സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. എഴുന്നേറ്റു നടക്കുന്നു ചെമ്പഴന്തിയിൽ നിന്നൊരാൾ. എസ് രമേശൻ നായരുടെ മഹാകാവ്യം ഗുരുപൗർണമിയിൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. സ്വാമി വിവേകാനന്ദൻ കൊളുത്തിവെച്ച ആധ്യാത്മിക ഭാരതത്തെ തെളിമയോടെ നയിച്ച ശ്രേഷ്ഠ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമ്മുടെ സമൂഹത്തെ സവർണർ അവർണർ എന്ന് വേർതിരിച്ചു മാറ്റിയ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ന പൂർണ്ണ പരിഗണന ഓരോരുത്തർക്കും നൽകി ഹൃദയം കൊണ്ട് സംസാരിച്ച ഋഷിവര്യൻ. കൊല്ലവർഷം 1032 ചിങ്ങമാസം 5-ാം തീയതി ശ്രീനാരായണൻ ജനിച്ചു. സംസ്കൃതാധ്യാപകനായ മാടനാശാനും ഈശ്വരഭക്തിയായ കുട്ടിയമ്മയും മകന്റെ കുസൃതിയിൽ ആനന്ദം കണ്ടെത്തി. നാണു എന്ന 2 അക്ഷരം ആ വീടിന്റെ എല്ലാമായി മാറി. വീട്ടിൽ പലപ്പോഴും പൂജാതി കർമ്മങ്ങൾ നടക്കുമായിരുന്നു. പൂജയ്ക്കായി ഒരുക്കി വെക്കുന്ന പഴവും പലഹാരങ്ങളും പൂജ കഴിയുന്നതിനു മുമ്പ് നാണു അകത്താക്കുമായിരുന്നു. വീട്ടുകാർ കണ്ണുരുട്ടി പേടിപ്പിക്കുമ്പോൾ നാണു ചിരിച്ചുകൊണ്ട് കൊഞ്ചി പറയും, താൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും. തുടർന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു പറയും, അമ്മേ, ഞാനും ദൈവം തന്നെയല്ലേ, കുഞ്ഞുങ്ങളെല്ലാം ദൈവമല്ലേ എന്ന് അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നാണുവിന്റെ ജീവിതം മാറ്റിമറിച്ചത് 21-ാം വയസ്സിലായിരുന്നു. സംസ്കൃത പഠനം ജ്ഞാനസാഗരത്തിലേക്കുള്ള വഴി തുറന്നു. ഏകാദശി വ്രതമനുഷ്ഠിച്ചും പുരാണങ്ങൾ വായിച്ചും ആത്മീയ ജീവിതപാത സ്വയം സൃഷ്ടിച്ചെടുത്തു. ഉറക്കത്തിൽ പോലും ഈശ്വരനാമങ്ങളും മന്ത്രങ്ങളും നാണുവിന്റെ നാവിൽ നിന്ന് ഉതിരാൻ തുടങ്ങി. 2 വർഷത്തെ സംസ്കൃത പഠനം ജീവിത ചിന്തയെ മാറ്റിമറിച്ചു. വയൽവാരം വീട്ടിൽ തിരിച്ചെത്തിയ നാണു എന്ന യുവാവ് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നാണുവാശാനായി ജനഹൃദയം കീഴടക്കി. ഗീതാഗോവിന്ദം സ്വാമിയുടെ നിത്യവായനാ പുസ്തകമായത് ജീവിതത്തെ ഒരിക്കൽ കൂടി ആത്മീയ ഭാവത്തിലേക്ക് നയിച്ചു. ഓരോ കുടുംബവും സ്വപ്നം കാണുന്നത് സന്തതി പരമ്പരകളെയാണ്. മാടനാശാനും കുട്ടിയമ്മയ്ക്കും നാണുവിൽ തലമുറയെ സ്വപ്നം കണ്ടു. മാതാപിതാക്കളുടെ കണ്ണീരും കരച്ചിലും കണ്ട് നാണു ആശാന് വിവാഹം കഴിക്കേണ്ടി വന്നു. ആത്മീയ തേജസ്സിനാൽ ആകർഷിക്കപ്പെട്ട് വിഷയസുഖങ്ങളിൽ രമിക്കാതെ ശ്രീബുദ്ധനെ പോലെ വീട് വിട്ടിറങ്ങി. അമ്മയുടെയും അച്ഛന്റെയും വിയോഗം നാണു ആശാന്റെ ആത്മീയ യാത്രയുടെ ആക്കം കൂട്ടി. കാടുകളിലും പാറയിടുക്കുകളിലും സമുദ്ര തീരങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റ് ഏകാന്ത സ്ഥലങ്ങളിലും ധ്യാനനിരതനായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ജനം നാണു ആശാനിൽ സ്വാമിയെ കണ്ടു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുമായി സൗഹൃദം പങ്കിട്ടു. തൈക്കാട്ട് അയ്യാവിൽ നിന്നും യോഗ പരിശീലിച്ചു. സ്വാമി ദേശാടനത്തിലായി. പഴനി ക്ഷേത്രത്തിൽ ചെന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ ധ്യാനിച്ചു. ഭിക്ഷാടനവും ദേശാടനവും സ്വാമിയെ ഈശ്വരനിലേക്കുള്ള അടുപ്പം കൂട്ടിക്കൊണ്ടിരുന്നു. കൊല്ലവർഷം 1063 അഥവാ 1888 മാർച്ചിലാണ് കാട്ടുപ്രദേശമായ അരുവിപ്പുറം സ്വാമി സന്ദർശിക്കുന്നത്. ശ്രീബുദ്ധന് ഗയയിൽ വെച്ച് ബോധോദയം ലഭിച്ചതുപോലെ അരുവിപ്പുറത്ത് ശിവരാത്രി നാളിൽ അരുവിപ്പുറം നദിയുടെ കിഴക്കേ തീരത്തുള്ള ഒരു പാറയെ പീഠമായി സ്വാമിജി സങ്കല്പിച്ചു. അതിന്മേൽ ഒരു ശിവലിംഗാകൃതിയിൽ പുഴയിൽ കിടന്ന ഒരു സാധാരണ ശിലാഖണ്ഡം എടുത്ത് പുലർച്ചെ 3 മണിക്ക് പ്രതിഷ്ഠിച്ച് അഭിഷേകം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു പുതു ഭക്തിയുഗത്തിന്റെ നാന്ദിയായി മാറി. പിന്നീട് കേരളം ശ്രീനാരായണ ഗുരുവിലൂടെ സഞ്ചരിച്ചു. ശിവശതകം സ്വാമിയുടെ അരുൾമൊഴിയായി പിറന്നു. ഗുരുദേവൻ ഭാരതമാകെ ആത്മീയ തേജസ്സായി വളരുകയായിരുന്നു. വിശ്വകവി ടാഗോറും ഗുരുദേവനെ തേടി 1922 നവംബർ 15 ശിവഗിരിയിലെത്തി. ടാഗോർ, ഗുരുദേവൻ, കുമാരനാശാൻ എന്നീ ദിവ്യ ജ്യോതിസുകൾ ശിവഗിരിയിൽ ഒരുമിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ടാഗോർ സന്ദർശക ഡയറിയിൽ ഇങ്ങനെ എഴുതി, ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ ഗുരുവിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചക്രവാള സീമയ്ക്കപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം നിറഞ്ഞ് സ്വയം പ്രകാശമാനമായ ദ്യുതിയാൽ പ്രശോഭിക്കുന്ന തിരുമുഖവും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. മഹാരഥന്മാർ മഹാഗുരുവായ സ്വാമിയെ തേടി കേരളത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. 1925 മാർച്ച് 15 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും സാമൂഹ്യ പരിഷ്കരണ പരിപാടികളെ കുറിച്ച് വിശദമായി ചർച്ച നടത്തി. ഭാരതീയ സമൂഹത്തിലെ അനാചാരങ്ങളെ തന്റെ കർമ്മപഥം കൊണ്ട് ശുദ്ധീകരിച്ച മഹാസന്യാസിയായ ഗുരുദേവൻ 72 വർഷം ജ്ഞാനപുരുഷനായി ജീവിച്ചു. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ.